നിലവിൽ അമേരിക്ക ഇറാനുമായി കടുത്ത യുദ്ധത്തിലേർപ്പെട്ടിരിക്കുകയാണ്. ഇറാനുമായി യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ അമേരിക്ക വിചാരിച്ചു ഇറാനെ പെട്ടെന്ന് പരാജയപ്പെടുത്തി കളയാമെന്ന്. പക്ഷേ ഇപ്പോൾ അത് നടക്കുന്നില്ല എന്നുള്ളത് അമേരിക്കയെ വല്ലാതെ വലയ്ക്കുകയാണ്. അമേരിക്കയുടെ മിസൈൽ ശേഖരങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മിസൈലുകൾ പുനർനിർമ്മിക്കാൻ ഇനി വർഷങ്ങൾ എടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ പുറത്തുവിട്ടതാണ്. അമേരിക്ക ഇപ്പോൾ മറ്റൊരു യുദ്ധത്തിന് കൂടി തയ്യാറെടുക്കുകയാണോ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സംഭവം വേറൊന്നുമല്ല, ചൈന ഈ അവസരം മുതലെടുത്ത് തായ്വാനിൽ ആക്രമണം നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. തായ്വാന് ചുറ്റും ചൈന പടക്കപ്പലുകൾ നിരത്തിക്കഴിഞ്ഞു. തായ്വാന് നേരെ മിസൈലുകൾ തിരിച്ചു വെച്ച് കഴിഞ്ഞു. തായ്വാനെ ചർച്ചയ്ക്ക് ഇപ്പോൾ തായ്വാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇതിനിടയിൽ ചൈന എന്തെങ്കിലും ഒരു ആക്രമണം തായ്വാന് നേരെ അഴിച്ചുവിട്ട് കഴിഞ്ഞാൽ അത് അമേരിക്കയ്ക്ക് ഇടപെടാതിരിക്കാനുള്ള യാതൊരുവിധ നിർവാഹവുമില്ല. കാരണം തായ്വാനിൽ നിന്നാണ് അമേരിക്കയുടെ ഇലക്ട്രോണിക്സിന്റെ പല റോ മെറ്റീരിയൽസും പോകുന്നത്. തായ്വാൻ എങ്ങാനും ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അമേരിക്കയിലേക്കുള്ള സെമി കണ്ടക്ടറുകൾക്കടക്കം വലിയ ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് വന്നേ മതിയാകും. ഇപ്പോഴിതാ അമേരിക്ക അതിന്റെ പ്രാഥമിക നടപടികൾ സ്വീകരിക്കുകയാണ്. തായ്വാൻ അടിയിലൂടെ കടന്നു പോകുന്ന ഇന്റർനെറ്റ് കേബിളുകൾ ചൈന കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും അമേരിക്കയ്ക്ക് വലിയ തലവേദനയാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. US പാർലമെന്റിന്റെ അധോസഭയായ ജനപ്രതിനിധി സഭ ഒരു ദ്വികക്ഷി ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇരു പാർട്ടികളിലെയും നിയമനിർമ്മാതാക്കളായിട്ടുള്ള ഡെമോക്രാറ്റും റിപ്പബ്ലിക്കന്മാരും സംയുക്തമായി തയ്യാറാക്കിയ ഇത് ഇരു പാർട്ടികളിലെയും നിയമനിർമ്മാതാക്കൾ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. തായ്വാൻ കടലിടുക്കിൽ തായ്വാൻ സ്ഥാപിച്ച കടലിനടിയിലെ കേബിളുകൾ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ബില്ലിൽ ഊന്നി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഈ കേബിളുകളും മറ്റു വളരെ ഉപയോഗപ്രദമായ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിച്ച് തായ്വാനെ കുഴപ്പത്തിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് ചൈന ശ്രമിച്ചേക്കാമെന്നുള്ളതാണ് ഇവരുടെ ആശങ്ക. അതിനാൽ അതിനെതിരെ തായ്വാന് സുരക്ഷ നൽകേണ്ടത് അമേരിക്കയുടെ അനിവാര്യതയാണെന്ന് ബിൽ ഊന്നി പറയുന്നു. ഈ വിവരം നൽകിക്കൊണ്ട് അമേരിക്കയുടെ സെൻട്രൽ ന്യൂസ് ഏജൻസി CNN റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുണ്ട്. രഹസ്യമായി നടത്തുന്ന അട്ടിമറി പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ കഴിയുന്ന കടലിനടിയിലെ സംവിധാനത്തെ നിരീക്ഷിക്കുന്നതിനായി സെൻസറുകൾ സ്ഥാപിക്കാനും തായ്വാനിലെ സുപ്രധാന കേബിൾ ശൃംഖലകൾ നിലനിർത്തുന്നതിന് ആവശ്യമായ വിവരങ്ങൾ നൽകാനും ബിൽ US ഭരണകൂടത്തോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട്. ഇത് മാത്രമല്ല, തായ്വാനെ സംരക്ഷിക്കുന്നതിന് മേഖലയിലെ സഖ്യകക്ഷികൾക്ക് മുന്നറിയിപ്പ് നൽകണമെന്നും അതുവഴി ചൈനയുടെ സാധ്യമായ ആക്രമണങ്ങൾക്കെതിരെ തായ്വാനെ സഹായിക്കാനും അതിന്റെ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് US നിൽക്കാനും അവർ നിരന്തരം തയ്യാറാകണമെന്നും ബില്ല് അമേരിക്കയോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.